എന്റെ അമ്മേ. സോറി കേട്ടോ. എന്താ മോളെ ഇത്? വേഗം പോയി ചായ എടുത്തൊന്ന് വാ. അന്ന് ഷേക്ക് നേരിട്ട് ഇടപെട്ടല്ലേ പ്രോബ്ലം സോൾവ് ചെയ്ത്. പിന്നെ കൊടുക്കുമോളെ. അയ്യോ, എന്റെ മോടെ ഒരു ഭാഗ്യമേ. ചായ എങ്ങനുണ്ട്? ഗുഡ് ഗുഡ്. ഇതുപോലെ ഒന്നുകൂടെ കിട്ടുമോ? നോക്കി നിൽക്ക്, അതൊന്നും എടുത്തോണ്ട് വാ മോളെ. അവളുണ്ടാക്കിയതാ. എന്തോ ഒരു കൈപ്പുണ്യം വന്നറിയാവോ? കുടിച്ചപ്പോഴേ തോന്നി. വാ മോളെ. അങ്ങോട്ട് ഒഴിച്ച് കൊടുക്ക്. അയ്യോ, അറിയാതെ. എന്തു പറ്റി നിനക്ക്? പോകത്ത് പോകാൻ. സോറി രായപ്പാ. ഓക്കെ, നോ പ്രോബ്ലം. നിനക്ക് പെണ്ണിനോട് പേഴ്സണൽ ആയിട്ട് വല്ലതും സംസാരിക്കാണ്ട്? അയ്യോ, ഞാനത് മറന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. കൊള്ളാം. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ? അകത്തോട്ട് ചെന്നാട്ടെ. ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന നിന്റെ കയ്യിൽ ഒരു കൊച്ചു ലവ് ലെറ്റർ തന്നത്? അതിപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഗിന്നസ് ബുക്കിൽ കൊടുക്കാനാ. ഒരു പേജിൽ തന്നെ 250 അക്ഷരത്തെറ്റാ. ലോക റെക്കോർഡല്ലേ? ഈ വലിയ നിലയിലും അക്ഷരത്തെറ്റിൽ അത് എഴുതാൻ പഠിച്ചോ? അത് പിന്നെ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്തിട്ടല്ലേ ഞാൻ നേരെ ഗൾഫിലേക്ക് പോയത്. അതൊക്കെ പോട്ടെ. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ ഇരിക്കുന്ന 100 കണക്കിന് റഷ്യൻ സുന്ദരിമാർ ദുബായിൽ വെച്ച് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പുഷ്പം പോലെ തട്ടിമാറ്റി. അതെന്താണ് ചോദിക്കേ? ചോദിക്കാതെ തന്നെ എനിക്കറിയാം. എന്താ? രാജപ്പന്റെ മനസ്സ് നിറച്ച് ഞാനായിരുന്നു. എന്നാലേ എന്റെ മനസ്സ് നിറയെ എന്റെ മുറിച്ചർക്കം മണിയാണ്ടനാ. പെണ്ണ് കാണാൻ വന്ന എന്നെ നീ ഇൻസൾട്ട് ചെയ്ത മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒന്നോർത്തോ, നിന്റെ കഴുത്തിലൊരു മിന്നിന്റെ യോഗമുണ്ടെങ്കിൽ അത് കെട്ടുന്നത് വയൽ നേർത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ ഈ രാജപ്പനായിരിക്കും. അങ്കിൾ, ഇനി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. കല്യാണത്തിന് എപ്പോ വേണേലും ഞാൻ റെഡി. അപ്പൊ വൈദ്യം കൽപ്പിച്ചതും ചിക്കൻ ഫ്രൈ, രോഗി ഇച്ഛിച്ചതും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ പോലെ. ചിക്കൻ ഫ്രൈ അല്ലടോ, പാല്. അതെ, പാല്. പിന്നെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഗൾഫിലേക്ക്. അതെ, സാറിന് ഈ ഒരു മോള് മാത്രമല്ലോ? അതെ. സാറിന് ഭാഗ്യമില്ലാണ്ടായി പോയി. അല്ല, ഞാനും ഇവനെ പോലെ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ കോടീശ്വരനായിട്ട് തിരിച്ചു വരുമ്പോഴേ അപ്പൊ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അല്ല, സാറ് വിഷമിക്കണ്ട, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇനിയും സമയമുണ്ടല്ലോ. നോക്കാം. പോട്ടെ. പോട്ടെ. ഞാൻ കുറച്ച് ഓവറായോന്ന് സംശയം. തടയുന്നവനെ കൊല്ലി ഞാൻ. അയ്യോ, ഇതൊരു സ്വപ്നമായിരുന്നോ? എന്റെ പൊന്നു ചേച്ചി, എന്നോട് പൊറുക്കണം. എന്റെ പെൺകൊച്ചനെ വേറെ ഒരുത്തൻ താലി കെട്ടണ സ്വപ്നം കണ്ടതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാ. എന്നോട് പൊറുക്കണം ചേച്ചി. പേരും കള്ളനാ, രക്ഷപ്പെടാനുള്ള അടവാ. വേണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് പിന്നെ പോലീസിൽ ഏൽപ്പിക്കാം. എന്റെ അമ്മോ, വേണമെങ്കിൽ ഇവിടെ വെച്ച് 2 എണ്ണം കൂടുതൽ തന്നോ. എന്നാലും ശരി, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഇവിടത്തെ SI കരടിക്കാശവൻ എന്റെ അമ്മാവനാണ്. സാർ, ബസ്സിനുള്ളിൽ വെച്ചൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു കള്ളനെ കൊണ്ടിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഏതോ ഒരു കരടി കേശവൻ അവന്റെ അമ്മാവനാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്ത. കരടി എന്ന് വിളിക്കുന്നുള്ള റാസ്കൽ. അയ്യോ, സാറിന്റെ പേരായിരുന്നു അത്. കരടിന്ന് വിളിച്ചത് ഞാനല്ല വിളിച്ചത്, ആ കള്ളനാ. ആര് വിളിച്ചാലും കൊന്നുകളെ ഞാൻ. അയ്യോ. ഉജ്ജ്വല, സാർ, പുറത്തൊരുത്തൻ മാല മോട്ടിച്ച കേസിൽ വന്നിപ്പുണ്ട്. അവനെ ശരിക്കൊന്ന് പെരുമാറിക്കണം സാർ. ഇവിടെ നല്ല തടിയല്ല, പണിയിട്ട് തല്ലല്ലേ സാറേ? നിന്നെ ഞാൻ തല്ലില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഉത്തരം പറഞ്ഞാൽ, അല്ലെങ്കിൽ അടിച്ച് നിന്റെ അടവാങ്കി ഇളകും.
കാറിനെത്ര വീലണ്ടാ? കാറിനാകെ 4 വീല്. സ്റ്റെപ്പിന് നിന്റെ അപ്പം കൊണ്ടുപോയടാ. കാറിന് 5 വീലുണ്ട്. 5 വീല്. ആ. സാറേ ഞാൻ പറയുന്നത് സാറിന് പറയാൻ പറ്റോ? ആ പറയാ. ആന അലറലോട് അലറൽ. സിമ്പിള്. ആന അരലോട്. ആന അരലോടല്ല, ഏ? ആന അലറലോട് അലറൽ. പറയൂ. മേൽ ഇതേപോലത്തെ വൃത്തിയായിട്ട ചോദ്യങ്ങൾ ചോദിച്ചാലല്ല. ആരാ നിന്റെ അമ്മാവൻ? എന്റെ അമ്മയുടെ ആംഗ്ലയാ. അല്ല ഇവിടുത്തെ SI ആണ് സാറേ. സാറേന്ന് വിളിക്കാനോ? അയ്യോ തള്ളു സാറേ. സാർ ഇവന്റെ അതെ എന്നെ ക്ഷമിക്കണം സാറേ. എന്ന് തുടങ്ങിയതാ മാല പൊട്ടിക്കലൊക്കെ? അമ്മാവന്റെ മോളെ കെട്ട് സ്വപ്നം കണ്ട് കെട്ടുതാലി പൊട്ടിച്ചാണ്. എന്റെ മോടെ കെട്ടുതാലി നീ പൊട്ടിക്കും അല്ലടാ? സ്വപ്ന എന്ത് സ്വപ്നമായിരുന്നാലും ശരി, ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ കലക്കും. നാളെ എന്റെ മോടെ കല്യാണം നിശ്ചയമാ. അതിലെങ്ങാനും നീ കയറി ഇടപെട്ടാലേ. ഉജ്വല, ഇവന്റെ കാരണത്തിലാണെന്നും കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അത് വേണോ സാറേ? നാളെ നിങ്ങൾ അമ്മാവനും മരുവനും ഒന്നാവും. അപ്പൊ എന്റെ അവസ്ഥ മോശമാവും. പറയുന്നത് അനുസരിച്ചാൽ മതി. കൊടുക്കണോ? ആരാ കിടക്കുന്നേ? അയ്യോ സാറേ, വന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ ക്രമസമാധാനം തർക്കം രണ്ടുപേരും പുറത്തു വന്നേക്കുന്നു. ആരാണ്? പെങ്ങളും മോനും ഇറങ്ങി വാടാ പുറത്തേക്ക്. തന്റെ ഇടമുള്ള പോലീസ് ആണെങ്കിൽ എന്നെ മുന്നിൽ വെച്ചു തല്ലടാ. രണ്ടിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കട്ടെ സാറേ. എങ്കിൽ അടുത്തതിന്റെ ചെള്ള ഞാൻ പൊളിക്കും. എന്താ നിന്റെ നാ ഇറങ്ങിപ്പോയോ? ഇവനെ അറിയാവൂടാ നിനക്ക്? മോന്ത കുരിച്ചു പിടിച്ച് നിൽക്കാതെ എന്റെ മുഖത്ത് നോക്കടാ പീറ പോലീസെ. വിവരക്കേട് പറയിക്കാതെ നിന്റെ തള്ളയും വിളിച്ചോണ്ട് വീട്ടിൽ പോ. ഓ എനിക്കിപ്പോ വിവരമില്ല അല്ലേ? നീ ഇത് പറയണോടാ. എന്നാ എല്ലാവരും കേട്ടോ. എനിക്ക് എങ്ങനെ വിവരം ഉണ്ടാകാനാ? ഞാൻ പള്ളിക്കുടുത്തി പോവാതെ കൂലിപ്പണി എടുത്തല്ലേ അവനെ പഠിപ്പിച്ച് പോലീസാക്കിയത്. എടാ കേശവാ, പോലീസ് ആണെങ്കിലും വാക്ക് പാലിക്കണോടാ. പെങ്ങളെ, ഞാനിപ്പോഴും വാക്ക് പാലിക്കാൻ തയ്യാറാ. ഇവന് ഗവൺമെന്റ് ജോലി കിട്ടിയ ഇപ്പോ ഇവിടെ വെച്ച് എന്റെ മോൾ ഇവനുമായിട്ടുള്ള കല്യാണം നിശ്ചയിക്കാം. എന്താ നടക്കോ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലി കിട്ടാതിരിക്കില്ല അമ്മാവ. കിട്ടും. അതുവരെ കാത്തിരുന്ന് എന്റെ മോടെ ജന്മം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മണിയണ്ട, നിന്നെ അന്വേഷിച്ചെടുക്കാത്ത സ്ഥലമില്ല. ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്, ഇല്ലെന്ന് ഒപ്പിട്ടെ. അമ്മേ, എനിക്ക് ജോലി കിട്ടി അമ്മേ. എനിക്ക് ജോലി കിട്ടി. എല്ലാരും കേട്ടോ? എനിക്ക് ജോലി കിട്ടിയോ? അമ്മ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആടാ മോനെ, അകത്തോട്ട് കയറിയിരിക്കടാ. അമ്മാവാ, എടാ കേശവാ, നീ ഇപ്പൊ വാക്ക് പാലിക്കണം. ആ. അമ്മാവാ, ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ? നീ ഇങ്ങോട്ട് കേറി വാടാ മോനെ. നിന്റെ കല്യാണ നിശ്ചയം ഈ മുത്തശ്ശൻ നടത്തി തരാം. അങ്ങനെ മുത്തച്ഛാ. എല്ലാ സഹോദരങ്ങളും വഴി മാറി അങ്ങോട്ട് മാറി. രണ്ടും കൂടി ഒരു 40 കിലോ വരും. അത്രയും തോന്നില്ലല്ലോ. കട്ട് വിൽക്കുന്നവൻ ഞാനെങ്കിലും കള്ളം പറയത്തില്ല കേട്ടോ. അത് കണ്ടാലേ അറിയാം. കടുവയൊക്കെ തിന്നേണ്ട ഇറച്ചിയാ നീ ചുളു വിലക്ക് വാങ്ങി ഹോട്ടലിൽ കൊണ്ട് വിൽക്കുന്നത്. അയ്യടാ. പിന്നെ ഇന്ന് മുതൽ കുറച്ച് വില കൂട്ടി തരണം, അല്ലെങ്കിൽ എനിക്ക് നഷ്ടാ. കയ്യിൽ നിന്ന് കാശീലൊന്നുമില്ലല്ലോ. എന്നാലും കുറച്ച് റിസ്ക് അല്ലേ? എന്താടാ അനക്കമില്ലാത്ത? ഒന്നുമില്ല. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടോല് രീച്ച പോയിടാ. വായടച്ചു പിടിയടാ. തനി കോഴി അങ്ങോട്ട് പിടി. പെരുമ്പാമ്പിൽ ഒഴുങ്ങായിട്ട കോഴിയാ. പിന്നെ എല്ലാം കൂടി മൊത്തം കാശ് ഇന്ന് തന്നെ വീട്ടിൽ കൊടുത്തേക്കണം. ഇവിടെയുള്ള മൃഗങ്ങളുടെ ഭക്ഷണം എടുത്ത് പുറമെ കൊടുത്ത് കാശാക്കലടാ മൃഗ തെണ്ടി. എന്റെ പൊന്നു മണിയുണ്ട, ഇത് ആരോടും പറയരുത്. പകരം നിനക്കും തരാം. എടാ കള്ള, നിന്നെ ഞാൻ സൂപ്രണ്ടിനെ ഏൽപ്പിക്കടാ. സാറേ നിക്കില്ല. നിങ്ങളോട് ഓടണ്ട. നിങ്ങൾ നിൽക്കാന്ന് പറഞ്ഞേ. നിൽക്കുന്നില്ല. നിങ്ങൾ ഓടണ്ട. നിങ്ങൾ ഞാൻ വിടണോ? എന്താണ് ഇത്? ഇവിടെ എന്താ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ വ്യായാമം ചെയ്തില്ല, അതുകൊണ്ടൊന്ന് ഓടി നോക്കിയതാ. താനും വ്യായാമം ചെയ്യാ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. ഇവന്റെ പണി തെറിക്കാനുള്ള വ്യായാമം ഞാൻ കണ്ടുപിടിച്ചു സാർ. ഇവൻ കള്ളനാ സാർ, കള്ളൻ. ഞാൻ പറയും. അനീതിക്ക് അക്രമത്തിനും കൂട്ട് എന്നെ കിട്ടില്ല. നീ കാര്യം പറ സാർ. ഇവിടെയുള്ള കടുവയും പുലിയും സിംഹം തിന്നാനുള്ള ഇറച്ചി മുഴുവൻ അപ്പുറത്തെ ഹോട്ടലിലേക്ക് ഇവൻ മറച്ചു വെക്കാം. തത്തയ്ക്കും കരടിക്കും കുരങ്ങനുള്ള പാലും പഴം ആരാ കഴിക്കണമെന്ന് അറിയാമോ? ഇവന്റെ ഭാര്യയും മക്കളും. ഞാനത് 3-4 ദിവസമായി കണ്ടുവരുന്നത്. ഇന്നത് കയ്യോടെ പിടിച്ചപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഇവൻ കള്ളൻ. ഇവനെ പോലുള്ളവന്മാരെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന ഈ കൂട്ടി കിടക്കണ വന്യമൃഗങ്ങളൊക്കെ വിശന്ന് പൊരിഞ്ഞ് പൂച്ചകളാവും സാർ. കള്ളമാണ് സാർ, പച്ചക്കള്ളം. കേടായ ഇറച്ചി മൃഗങ്ങൾക്ക് കൊടുത്ത വയറിന് അസുഖം പിടിക്കുമല്ലോ എന്ന് കരുതി കേടായത് മാത്രം പുറത്തുകൊണ്ട് കളഞ്ഞതാ. അത് കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക അയാള്. സംശയം ഉണ്ടെങ്കിൽ സാർ ആ കൂട്ടിലേക്ക് ഒന്ന് നോക്കണം.
വയറ് നിറച്ച് എന്നിട്ട് മിച്ചം വെച്ചിരിക്കും സാറ് കണ്ടോ? എന്നെ ദ്രോഹിക്കാൻ ഇവൻ മനപ്പൂർവ്വം ഉണ്ടാക്കുന്ന കെണിയാ ഇതൊക്കെ. എന്റെ ബുദ്ധി കൊള്ളാം. സാറ് ഒന്ന് മണത്ത് നോക്കിയേ. മണ്ണെണ്ണ മാറുന്നു. പപ്പടം, പഴം, പായസം, 8 തരം കറിയും കൂട്ടി സദ്യ കഴിക്കാതിരിക്കുമ്പോ ഇലയുടെ തുമ്പത്ത് അല്പം കോഴിത്തട്ട് എന്ന സാറ് കഴിക്കോ? അതെവിടെ സംഭവിച്ചേ? മണ്ണെണ്ണ നാര് ഏത് മൃഗ സാറെ ഭക്ഷണം കഴിക്കാ? ഇപ്രാവശ്യത്തേക്ക് മാപ്പാക്കണം സാർ, ഇനി മേൽ ആവർത്തിക്കില്ല. നീ ഓഫീസിലേക്കോ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ ഇവിടെ നിർത്തണോ അതോ വേണ്ടയോ. സൂപ്രണ്ടല്ലേ? അതെ. AC, TV, ഫ്രിഡ്ജ്, സ്റ്റീരിയോ, VCR, വാഷിംഗ് മെഷീൻ, ക്യാമറ, സെല്ലാർ, ഇതിലേത് വേണമെങ്കിലും ചോദിച്ചു തരാൻ ഞാൻ തയ്യാർ. ഓ, കച്ചവടക്കാരനാണല്ലേ. ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ചേച്ചേ, കോടീശ്വരനായ ഒരു ഗൾഫുകാരന്റെ മുഖത്ത് നോക്കി കച്ചവടക്കാരനാണെന്ന് ചോദിച്ചല്ലോ. ആ, സാരമില്ല, ഒന്നുകൂടി പറയുന്നു, മേൽ പറഞ്ഞ ഐറ്റംസിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഫ്രീ ആയിട്ട് തരാൻ ഞാൻ തയ്യാർ. വട്ടുണ്ടോ? ഒരു പ്രത്യുപകാരം ചെയ്താൽ മതി. മനസ്സിലായില്ല. സൂപ്രണ്ട് വിചാരിച്ചാൽ ഒരു 3 മാസത്തിനകം എന്റെ കല്യാണം നടക്കും. എനിക്കതിന് ബ്രോക്കർ പണിയൊന്നുമില്ല. അധികാരമുണ്ടല്ലോ, ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടാനുള്ള അധികാരം. ആരെ? ആ ടെമ്പററി ജോലിക്കാരൻ മണികണ്ഠൻ, അവൻ എന്റെ ശത്രുവാ. ഇനി കാശായിട്ടാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഹാ, പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കാതെ താനൊന്നും അടങ്ങില്ലല്ലേ? താൻ എന്താ കരുതിയത് പ്രലോഭനങ്ങളിൽ വീഴുന്നവനാണ് ഞാനെന്നോ? കേട്ടോ, ഇപ്പൊ തന്നെ ഇറച്ചി മറിച്ച വിറ്റ കേസിൽ പ്രതിയായ ഒരുവനെതിരെ പേപ്പർ ശരിയായിക്കൊണ്ടിരിക്കാൻ ഞാൻ. സാർ, ഇതുപോലൊരു പ്രലോഭനത്തിൽ വീണുപോയതാ ഞാനും. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. പോടോ. ഒരുത്തന്റെ ജോലി കളയിക്കാൻ എളുപ്പ, അത് ഉണ്ടാക്കി കൊടുക്കാൻ വിഷമാ. അതോർത്താ സാർ ഞാൻ പറയുന്നത്. ഒന്നും പറയാൻ നിൽക്കണ്ട. പോ. ഓക്കെ, ഞാൻ രാജപ്പൻ, വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാജപ്പൻ. 3 മാസത്തിൽ കൂടുതൽ മണികണ്ഠൻ ഇവിടെ ജോലിക്കുണ്ടാവില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. See you. സാർ, സാർ, സാർ ഉദ്ദേശിച്ചു വന്ന കാര്യം നടന്നില്ലല്ലോ. നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു. സാറിനെ ഞാൻ സഹായിക്കാം.